അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. വതനത്തിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ബാബയുടെ കൈകളിൽ വളരെ സുന്ദരമായ ഒരു പുഷ്പങ്ങളുടെ പൂച്ചെണ്ട് ഉണ്ടായിരുന്നു. വളരെ വെറൈറ്റി പ്രകാരത്തിലുള്ളതായിരുന്നു. ബാബ എവിടെ നിന്നോ ചുറ്റി സഞ്ചരിച്ച ശേഷം വതനത്തിലേക്ക് വരികയായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ എവിടെ നിന്നുമാണ് ചുറ്റി സഞ്ചരിച്ച ശേഷം വരുന്നത്? ബാബ ഒരു സെക്കൻഡ് പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, സദ്ഗുരുവാർ ദിവസത്തിൽ വിശേഷിച്ച് സെന്ററുകളിൽ ചുറ്റി സഞ്ചരിക്കുന്നു. അതിനുവേണ്ടി രാവിലെ മുതലേ പോകുന്നു. കാരണം പല സെന്ററുകളിലെയും കുട്ടികൾ ചിലർ 4 മണിക്ക് ഭോഗാർപ്പിക്കുന്നു, ചിലർ 6 മണിക്ക്, ചിലർ 7 മണിക്ക്, ചിലർ 8 മണിക്ക് ഭോഗ അർപ്പിക്കുന്നു. അവരവരുടെ സമയമനുസരിച്ച് ബാബയെ കുട്ടികൾ ഓർമ്മിക്കുമ്പോൾ, ആഹ്വാനം ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ അടുക്കൽ ആ സ്ഥാനത്ത് ബാബ ചുറ്റി സഞ്ചരിക്കുന്നു. ഞാൻ പറഞ്ഞു, ബാബ ചുറ്റി സഞ്ചരിച്ച ശേഷം അങ്ങയുടെ കയ്യിൽ വളരെ സുന്ദരമായ പുഷ്പങ്ങളുടെ പൂച്ചെണ്ടുണ്ടല്ലോ. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഈ പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിന് വളരെ വലിയൊരു വിശേഷത ബാബ കാണുന്നു. ബാബ ഏതെല്ലാം സ്ഥാനത്ത് പോയോ അപ്പോൾ അവിടെയെല്ലാം ബാബയുടെ പല അനന്യരായ കുട്ടികൾ, വിശേഷ ആത്മാക്കളുണ്ട്. എല്ലാ പ്രകാരത്തിലും മനസ്സും വാക്കും കർമ്മവും കൊണ്ട് ബാബയുടെ സേവനത്തിൽ തൽപരരായി ഇരിക്കുന്നു. അപ്പോൾ ബാബ ഓരോ സ്ഥാനത്തെയും കുട്ടികളുടെ വിശേഷതകൾ ഈ പുഷ്പങ്ങളിൽ കാണുകയാണ്. അങ്ങനെ തിരഞ്ഞെടുത്ത പുഷ്പങ്ങളുടെ പൂച്ചെണ്ടുമായാണ് ബാബ വന്നിരിക്കുന്നത്. ബാബ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ബാബയുടെ മുന്നിൽ ഇങ്ങനെയുള്ള കുട്ടികൾ പ്രത്യക്ഷമാകുന്നു. എന്നാൽ ഇത് ഒരു വിശേഷ ആത്മാവാണ് എന്ന് ഒരിക്കലും സങ്കല്പത്തിലോ ചിന്തയിലോ വരുന്നുണ്ടാകില്ല. എന്നാൽ ആ കുട്ടികൾ വളരെ ഗുപ്ത പുരുഷാർത്ഥികളാണ്. ഗുപ്ത രീതിയിൽ തങ്ങളുടെ സമ്പാദ്യവും സേവനവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, ഈ പൂച്ചെണ്ട് ആ കുട്ടികളുടേതാണ്. പൂച്ചെണ്ട് ബാബയുടെ കൈകളിൽ കാണവേ ഞാൻ ബാബയോട് പറഞ്ഞു, വിശേഷിച്ച് പല ആത്മാക്കളും, പ്രത്യേകിച്ച് രത്തൻ ദാദയുടെയും മറ്റ് പല ആത്മാക്കളുടെയും ഭോഗാണ്. ഇന്ന് വിശേഷിച്ച് ഇൻഡോറിലെ ഓം പ്രകാശ് ബായി മറ്റ് പലരുടെയും ഭോഗാണ്. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, കുട്ടി കേവലം ഓർമ്മകളുമായാണ് വന്നിരിക്കുന്നത്. എന്നാൽ ബാബ ആ കുട്ടികളെ, ആ പുഷ്പങ്ങളെ ഒരു പൂച്ചെണ്ടിൻ്റെ രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. പല കുട്ടികളും സാകാരത്തിലുണ്ട്. അവർ വളരെ നന്നായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, പേര് പറഞ്ഞു തരികയില്ല. ബാബ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ ചിരി വരുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബാബ പേര് പറയില്ല, പക്ഷേ ബാബയ്ക്കറിയാം. ബാബ പറഞ്ഞു, ഈ കുട്ടികളിൽ ഇത്രയും സൂക്ഷ്മതയും മഹീനതയും ഓരോ പ്രകാരത്തിലും കാണപ്പെടുന്നു. അത് ബാബയുടെ സേവനത്തിനായാലും ബാബയെ ഓർമ്മിക്കുന്നതിലായാലും ജീവിതത്തിൻ്റെ ധാരണയിൽ ആയാലും ബാബ ആ രൂപത്തിൽ കുട്ടികളെ നോക്കുകയാണ്. ബാബ പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് ദാദായുടെ ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, ഈ കുട്ടിയുടെ പേര് ആദ്യമേ തന്നെ രത്തൻ, അതായത് രത്നം എന്നാണ്. ബാബ പറഞ്ഞു, ഈ കുട്ടിക്ക് തുടക്കം മുതലേ തന്നെ സേവനത്തിൻ്റെ ഭാഗ്യം ലഭിച്ചു, സേവനത്തിൻ്റെ പാർട്ട് അഭിനയിച്ചു. സൂക്ഷ്മമായി ഇത്രയും ആശീർവാദങ്ങൾ നേടി സമ്പാദിച്ചു. അത് തൻ്റെ കൂടെ കൊണ്ടുപോയി. കാരണം കുട്ടി പരിവാരത്തിലാണ് കഴിഞ്ഞിരുന്നതെങ്കിലും പരിവാരത്തിൽ കഴിയുമ്പോഴും ഈ കുട്ടിയുടെ സ്ഥിതി
വളരെ വേറിട്ടതായിരുന്നു. അത് ഈ കുട്ടിക്ക് വിശേഷ രൂപത്തിൽ ഉണ്ടായിരുന്നു. ബാബ ഇന്ന് വചനത്തിൽ ഓരോരോ കുട്ടിയുടെയും വിശേഷത നോക്കുകയാണ്. ബാബ പറഞ്ഞു, സദ്ഗുരുവാർ ദിവസത്തിൽ ബാബയ്ക്ക് പല കുട്ടികളുടെയും ഓർമ്മകളുടെ ആകർഷണമുണ്ടാകുന്നു. കുട്ടികളുടെ ഓർമ്മകൾ സൂക്ഷ്മ രീതിയിൽ എത്തിച്ചേരുന്നു. ചില കുട്ടികൾക്ക് ഓർമ്മയുടെ ഫീലിംഗും വരുന്നു, അതിൻ്റെ അനുഭവവും ഉണ്ടാകുന്നു. അതിനാൽ ബാബ പറഞ്ഞു, ഇപ്പോൾ സമയമനുസരിച്ച് ബാബയുടെ കുട്ടികളും അത്രയും സൂക്ഷ്മമായ പുരുഷാർത്ഥത്തിൻ്റെ ആധാരത്തിൽ ബാബയുടെ ഓർമ്മയും ആകർഷണവും സ്നേഹത്തിൻ്റെ അനുഭവവും കുട്ടികൾ നേടണം. അതിൻ്റെ അനുഭവം തൻ്റെ ജീവിതത്തിൽ തീർച്ചയായും കൊണ്ടുവരണം. ഇങ്ങനെ ബാബ വളരെ സ്നേഹത്തോടെ കേൾപ്പിക്കുകയായിരുന്നു. പിന്നെ ഏതെല്ലാം ആത്മാക്കൾക്ക് നിമിത്തമായുള്ള ഭോഗമായിരുന്നുവോ അവരെ ബാബ വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, ഇവർ വിശേഷ ആത്മാക്കളാണ്, എൻ്റെ അനന്യരായ കുട്ടികളാണ്. ആരാണോ ബാബയ്ക്ക് പ്രിയം അവർ സർവ ബ്രാഹ്മണ പരിവാരത്തിനും പ്രിയമായി തോന്നുന്നു. ബാബ വിശേഷിച്ച് കുട്ടികളുടെ വിശേഷതകൾ നോക്കുന്നു. ബാബ ഒരിക്കലും കുട്ടികളുടെ കുറവുകൾ നോക്കുന്നില്ല. വിശേഷതകൾ നോക്കുകയും അവരിൽ ആത്മീയതയുടെ സുഗന്ധം നിറയ്ക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ബാബ വളരെ സ്നേഹത്തോടെ സ്നേഹത്തിൻ്റെ മൂർത്തിയായി കുട്ടികളെ എമർജും ചെയ്തു. ദാദായെ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിക്കുകയും ചെയ്തു. പിന്നെ മറ്റ് ആത്മാക്കളെയും ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, ബാബയ്ക്ക് സദാ കുട്ടികളുടെ ഓർമ്മയുണ്ട്, സ്നേഹവുമുണ്ട്. ബാബയുടെ സ്നേഹസ്മരണകൾ ലഭിക്കാത്ത ഒരു ദിവസം പോലുമില്ല. ബാബ ദിവസവും കുട്ടികളെ ഓർമ്മിക്കുകയും ചെയ്യുന്നു, സ്നേഹം നൽകുകയും ചെയ്യുന്നു. ഇപ്രകാരം ബാബ ദാദയെയും ഭോഗ് സ്വീകരിപ്പിച്ചു. വചനത്തിൽ എമർജ് ചെയ്തിരുന്നവരെയും ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ ബാബയും ഭോഗ് സ്വീകരിച്ചുകൊണ്ട് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.